ഈ നെറ്റ്ഫ്ലിക്സിലെ സ്ക്വിഡ് ഗെയിമും ഈ ട്രേഡിംഗ് ബിസിനസ്സും സെയിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ആൾ വിശ്വസിക്കും? സ്ക്വിഡ് ഗെയിം എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കും. അവരുടെ റൂമിൽ ഒരു ജാറിൽ അവരെ പ്രൈസ് മണി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കാണ്. ഗെയിംസുകളാണെങ്കിൽ വളരെ ബേസിക് ഗെയിംസുകൾ, എന്നാൽ എലിമിനേറ്റ് ആവണതോ വളരെ കൂടുതൽ ആൾക്കാർ. ഇത് സ്ട്രാറ്റജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും ഡിസിപ്ലിനായിട്ടും ഗെയിം കളിക്കുന്നവർ മാത്രമാണ് എലിമിനേറ്റ് ആവാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും. ഇതിൽ എത്ര ഫണ്ട് വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ ഒരു ലക്ഷം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ലക്ഷം കിട്ടി, ഇവിടുന്ന് 1 ലക്ഷം 2 ലക്ഷം പമ്പ് ചെയ്ത് ഇത്ര, ഇങ്ങനെ അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫണ്ട് നമുക്ക് ഇതിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് ഫണ്ട് എന്തുകൊണ്ട് എടുക്കാൻ പറ്റണില്ല? അതാണ് ഗെയിം വിന്നാവുന്ന അതേ മെത്തേഡ് തന്നെ ഇതിലും. നമുക്ക് ഡിസിപ്ലിനും സ്ട്രാറ്റജി, മണി മാനേജ്മെന്റ് തുടങ്ങിയ ഒരു ബഞ്ച് ഓഫ് ക്വാളിറ്റീസ് ഉണ്ട് ട്രേഡിംഗ് സക്സസ് ആവാനുള്ള. ഈ ക്വാളിറ്റീസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് വന്നിട്ട് ഇതിൽ ട്രേഡ് ചെയ്യണം, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ 90 പേര് വരുന്നതിലും 75 പേര് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോണത്. അത് മാത്രമല്ല, എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവല്ല ചെയ്യുന്നത്, ഇതിൽ വീണ്ടും വീണ്ടും അവരെ പൈസ കൊണ്ടുവന്നിട്ട് ക്യാപിറ്റൽ മാത്രം പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്വിഡ് ഗെയിമിൽ നമ്മ മരിക്കുന്നു വിചാരിച്ചാൽ നമുക്ക് ഈ ഗെയിം കളഞ്ഞിട്ട് ആരും പോണില്ല. കാരണം എന്തുകൊണ്ടാ? ഇത്രയും ഫണ്ട് നമ്മ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്രീഡ് ഉണ്ടല്ലോ, ആ ഗ്രീഡാണ് അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളെ ട്രേഡിങ്ങും. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ എഫക്റ്റീവ് ടിപ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ട്രെയിനിങ് ഫ്രണ്ടിന് ഈ പേജ് സെൻഡ് ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ.